മഹാനായ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു ആദ്യമായിട്ട് എണ്ണുന്നത് ഒരു പക്ഷിയുടെ ഏറ്റവും നല്ല പ്രത്യേകത അത്തവക്കുലു ബരമേൽപ്പിക്കലാണ്. നാളത്തെ കാര്യത്തെക്കുറിച്ച് ആരും ആലോചിക്കാറില്ല. ഏത് കാര്യവും പടച്ച റബ്ബിലേക്ക് സമർപ്പിക്കുന്ന ഒരു ബോധം, ഒരു മനസ്സ്, അത് പക്ഷികളുടെ സ്വഭാവമാണ്. അവര് നാളത്തേക്കുള്ളത് എങ്ങനെ ആവും എന്ന് പേടിച്ചുകൊണ്ട് ഇന്നുള്ളത് എടുത്തു വെക്കാറില്ല. രാവിലെ എണീറ്റ് പറന്നു പോവുകയാണ്. അന്ന് എവിടെ കണ്ടുവച്ചിട്ട് പോകുന്നാണോ? അല്ല, അവരെ ബലമേൽപ്പിച്ചുകൊണ്ട് യാത്ര തുടരുകയാണ്. ആ പോകുന്നതിന്റെ വഴിയിൽ അവർക്ക് കിട്ടേണ്ടത് കിട്ടും, അവർക്ക് ജീവിക്കാനുള്ള മാർഗങ്ങൾ കിട്ടും. ഈ ഒരു തവക്കുലിന്റെ സ്വഭാവം അത് പക്ഷികളെ ഒരു പ്രത്യേകതയാണ്. അത് മുഅ്മിനീങ്ങളിൽ നിന്നുണ്ടായാൽ ആ മുഅ്മിനീങ്ങളും വിജയത്തിന്റെ ആളുകളെ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. എന്താണ് സുഹൃത്തുക്കളെ തഖ്വ? എന്താണ് സുഹൃത്തുക്കളെ തവക്കുൽ? മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറഞ്ഞു, തഫ്വീദുൽ അംരി ഇലല്ലാഹി, അല്ലാഹു തആലയിലേക്ക് മുഴുവൻ കാര്യങ്ങളും ഏൽപ്പിക്കുക. ഏത് വിഷമങ്ങൾ വന്നാലും റബ്ബിലേക്ക് ഏൽപ്പിക്കുക. കടങ്ങൾ കയറിയ റബ്ബിലേക്ക്, സങ്കടങ്ങൾ വന്ന റബ്ബിലേക്ക്, ഏത് ഉദ്ദേശങ്ങള് താല്പര്യങ്ങള് മനസ്സിലേക്ക് ഓടി വന്നാലും അത് മുഴുവനും യജമാനനായ റബ്ബിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു സമ്പ്രദായോ ഈ ഒരു ചിന്തയാണ് തവക്കുൽ. ഇത് യഥാർത്ഥത്തിൽ പക്ഷികളുടെ സ്വഭാവമാണ്. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലെ 58-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ലയോ, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്. ഓ നബിയെ, ഒരു കാലത്തും മരിച്ചു പോവാത്ത, എന്നൊന്നും നിലനിൽക്കുന്ന റബ്ബിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിക്കണോ. വസബ്ബിഹ് ബിഹംദിഹി വകഫാ ബിദുനൂബി ഇബാദിഹി ഖബീറാ. ഓ നബിയെ, നിങ്ങളെ റബ്ബിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കണോ. നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളിൽ നിന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്, യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മതി 70 അൽഫൻ ബിഗൈരി ഹിസാബ്. 70,000 ചില്ലാനം വരുന്ന ആളുകൾ, 70,000 ചില്ലാനം വരുന്ന വിഭാഗങ്ങൾ നാളെ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന എന്റെ സമുദായക്കാരുണ്ട്. ബിഗൈരി ഹിസാബ്. റബ്ബ് തആല അവരെ വിചാരണക്കെടുക്കൂല. അവരെ നന്മയും തിന്മയും തൂക്കിയിട്ട് എന്ത് ചെയ്തു എന്ന ചോദ്യം ഉന്നയിക്കൂല. ഒരു വിചാരണയും ഇല്ലാതെ സ്വർഗ്ഗത്തിലേക്ക് കിടക്കുന്ന എന്റെ സമുദായത്തിലുള്ള ചില വിഭാഗങ്ങൾ ആളുകളുണ്ട്. ആരാണ് ആ വിഭാഗങ്ങൾ അറിയോ? ഹുമുല്ലദീന ലാ യസ്തർഖൂന വലാ യതതയ്യറൂൻ. അവരെ കാര്യം സാധിപ്പിക്കാൻ വേണ്ടി, അവരെ കാര്യങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി ദുർമന്ത്രവാദികൾ അടുക്കലേക്ക് അവര് ചെല്ലാറില്ല. പക്ഷിശാസ്ത്രം അവര് നോക്കാറില്ല. സുബ്ഹാനല്ലാഹ്. കുട്ടിച്ചാത്തന്റെ സേവയുടെ അടുക്കൽ അവര് ചെല്ലാറില്ല. നേരെ മറിച്ച് വഅലാ റബ്ബിഹി യതവക്കലൂൻ. എല്ലാം തരുന്നത് റബ്ബ് തആലയാണ്. വേദനകളെ തരുന്നത് റബ്ബ് തആലയാണ്. പരീക്ഷണങ്ങളെ നൽകുന്നത് റബ്ബ് തആലയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഏൽപ്പിക്കുന്നത് റബ്ബിലേക്കാണ്. ഈ ഒരു ചിന്തയോടുകൂടെ ജീവിക്കുന്ന ആളുകള് റബ്ബിന്റെ മുമ്പിലേക്ക് വന്നാൽ ഒരു ധാരണയുമില്ലാതെ സ്വർഗലോകത്തേക്കാണ് കടക്കാനുള്ള അവസരം അല്ലാഹു കൊടുക്കുമെന്ന് ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ലാ യസ്തർഖൂന വലാ യതതയ്യറൂൻ. അവര് പക്ഷിശാസ്ത്രം നോക്കൂല, അവര് ജ്യോത്സ്യനെ പോയി സമീപിക്കൂല, അവര് കള്ളത്തൊരീക്കത്തിന്റെ ശൈഖന്മാരടുക്കൽ പോയി അവര് പറഞ്ഞ ഏതെങ്കിലും ദുർമന്ത്രവാദികൾ അടുക്കൽ ചെന്നുകൊണ്ട് പരിഹാരം തേടൂല. അവർ റബ്ബിലേക്ക് തവക്കുലാക്കുന്നവരാണ്. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഈമാനിന് കാവല് തരുമാറാകട്ടെ. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സുലഭമായി കിട്ടുന്ന ഒരു കാര്യമാണ് കള്ളത്തൊരീക്കത്തും കള്ളശൈഖും കള്ള അള്ളീയവാദിയും. എല്ലാ സ്റ്റോപ്പിലും ഓരോ ചികിത്സകാരികൾ.
നമ്മുടെ നാട്ടിലെ പ്രായമുള്ള ഉമ്മമാരോട് പർദ്ദ ധരിച്ച പെണ്ണുമോളോട് ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ദുർമന്ത്രവാദികൾ അടുക്കലേക്ക് എത്തിപ്പെടുന്നടാ പർദ്ദധാരികളായ മുസ്ലിം സ്ത്രീകളല്ലയോ? അവിടെ ഒരു ബീവി ഉണ്ടെന്ന് കേട്ടാൽ അവിടേക്ക് ഓടുകയാണ്, ഇവിടെ ഒരു മുസ്ലിയാരുണ്ടെന്ന് കേട്ടാൽ അവിടേക്ക് ഓടുകയാണ്. ഇന്നാലിന്ന സ്ഥലത്തേക്ക് ചെന്നാൽ അവിടെ ഒരു ജ്യോത്സ്യനുണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്വാമി ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടേക്കും സമയം കണ്ടെടുത്തുകൊണ്ട് ഓടിച്ചെല്ലുന്ന ഉമ്മമാരില്ലയോ? എല്ലാ സ്ഥലങ്ങളിലെ ചികിത്സയും സത്യമാണെന്ന് പറയാൻ നിവർത്തിയില്ല. എന്നാലോ ചെയ്യുന്നതൊക്കെ കള്ളന്മാരാ എന്നോ അഭിപ്രായം നമുക്കില്ല. നല്ലതുണ്ട്, ചീത്തയുണ്ട്. കൂടുതലും ചീത്തയാണ്. നല്ലത് വളരെ കുറവായി. നിങ്ങൾ നോക്ക്, ഈ ദുർമന്ത്രവാദികളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ചില ജ്യോത്സ്യന്മാരും നമ്മുടെ നാട്ടിലുള്ള ചില അസ്മായിന്റെ ആളുകളും എന്ത് തന്നെ അങ്ങോട്ട് പോയി പറഞ്ഞാല് ആദ്യം പറയും അത് നിങ്ങൾക്ക് സിഹറാണ്, നിങ്ങൾക്കത് സിഹറാണ്, നിങ്ങളെ കുടുംബത്തിൽ ആരോ പണി തന്നതാണ്. ഇന്ന് അസറിന് ശേഷം ഞാൻ നിൽക്കുന്ന പള്ളിയുടെ പരിസരത്ത് ഒരു പെണ്ണ് ഗർഭിണിയായതിനു ശേഷം, പൂർണ്ണ ഗർഭമായതിനു ശേഷം ഈ പെണ്ണിന്റെ ലെവലൊക്കെ മാനസിക രോഗം അല്ലാഹു തആല ശിഫ കൊടുക്കുമാറാകട്ടെ. അങ്ങനെ ആ വിഷയങ്ങൾ പറഞ്ഞ് എന്നോട് കുറെ ദ്വാരക്കാൻ പറഞ്ഞ് ഞാൻ ദ്വാ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ പ്രസവം കഴിഞ്ഞു. എന്നാലും ഈ പെണ്ണിന്റെ മാനസിക അസ്വസ്ഥതയ്ക്ക് കുറവില്ല. ഇന്ന് ഞാൻ വിളിച്ച അദ്ദേഹത്തെ, എന്തുണ്ട് മകളുടെ അവസ്ഥ? ഉസ്താദെ ഒന്നും പറയണ്ട, വേണ്ട പോലെ ആയിട്ടില്ല. ഞാൻ ഇപ്പൊ ചെറുപ്പുളശ്ശേരി ഭാഗത്ത് നിന്ന് വരികയാണ്. അവിടെ ഉണ്ട് ഒരു അസ്മായിന്റെ ആള്. അയാള് പറഞ്ഞു ഇശാമഗ്‌രിബിന്റെ അടിയിൽ പോക്കുവരകൾ നടക്കുന്നുണ്ട്, ഇശാമഗ്‌രിബിന്റെ അടിയിൽ പോക്കുവരവുകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കി എന്താ ഈ പോക്കലും വരവലൊക്കെ. അപ്പോ പിശാച് വഴിക്ക് നടന്നു പോണ വഴിയാണ് പോലെ പേരന്റെ ഉള്ളിൽ കൂടെ ആ കണ്ട റോഡൊക്കെ ഉണ്ടായിട്ട് ഇങ്ങ കയ്യിലെ വച്ചറിയില്ല. ഇവരെ പേരന്റെ ഉള്ളിൽ കൂടെ ഈ പെണ്ണ് നിൽക്കുന്നോടത്ത് കൊടുത്തുകൊണ്ട് നടക്കുക. ഞാൻ പറഞ്ഞതൊക്കെ തട്ടിപ്പ. നിങ്ങള് നല്ലോണം ദിക്റ് ചൊല്ലും. നിങ്ങള് ഖലീൽ തങ്ങൾ പാപ്പാന്റെ അടുത്ത് ചെല്ലി നല്ല ദുആ അവര് പറയുന്നതൊക്കെ ചെയ്യും. ഇത് തട്ടിപ്പുള്ള മൂലയിലെടുത്ത് പോയി വെറുതെ ഉള്ള പൈസകളെ ഈ തവക്കുലില്ലാത്ത ചിന്ത നിങ്ങൾ അപകടത്തിലേക്ക് എത്തിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇത് ക്ലിയർ പറഞ്ഞിട്ട് നിങ്ങൾ കുറച്ച ഞാനിപ്പോ അസ്മാക്ക് ഇറങ്ങേണ്ടി വരും. ആ ഡീലൊക്കെ പറ്റ കുറഞ്ഞു. ആദ്യത്തെ ഉസാറില്ല തുടങ്ങിയ ഞാനല്ലേ ഇത് പറയുമ്പോ നിങ്ങൾ ഇവിടെ എനിക്കത് അറിയില്ല. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യഥാർത്ഥ അടിമകളുണ്ട്. അവരെ ജ്യോത്സ്യനെ സമീപിക്കാൻ പോകില്ല, അവരെ കള്ളശൈഖിന്റെ അടുക്കലേക്ക് എത്തിപ്പെടില്ല. നേരെ മറിച്ച് യജമാനനായ റബ്ബിന്റെ പേരിൽ വരമേൽപ്പിക്കുകയാണ്. ഓ എന്റെ സഹോദര, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി. അതേ, നിങ്ങളെ റബ്ബിലേക്ക് വരമേൽപ്പിക്കേണ്ട പ്രകാരം അതിന്റെ നിബന്ധനകളോടുകൂടെ വരമേൽപ്പിക്കുകയാണെങ്കിൽ ലറസഖകും കമാ യർസുഖു ത്വയ്ർ തഗ്ദൂ ഖിമാസൻ വതറൂഹു ബിതാനാ.
ഇവിടെ റബ്ബ് തആലയിലേക്ക് സങ്കടം പറയാതെ അതിരാവിലെ പറന്നകലുന്ന പക്ഷികളെ നിങ്ങൾ കണ്ടിട്ടില്ലയോ? അവറ്റകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന റബ്ബ്, അവറ്റകൾക്ക് വസ്ത്രവർക്കുള്ളതായ സൗകര്യങ്ങൾ കൊടുക്കുന്ന റബ്ബ്, അവരെ രോഗങ്ങളിൽ നിന്ന് കാവൽ കൊടുക്കുന്ന റബ്ബ്, ആ റബ്ബ് ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ യജമാനനായ റബ്ബ് തആലയിലേക്ക് നിങ്ങൾ പൂർണ്ണമായി തവക്കുൽ ചെയ്താൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന റബ്ബ് നിങ്ങൾക്കും തരികയാണ്. അതുകൊണ്ട് തന്നെ തവക്കൽതു ഫീ റിസ്ഖി അലല്ലാഹി ഖാലിഖി വഅയ്കൻതു അന്നല്ലാഹ ലാ ശക്ക റാസിഖി വമാ യകും മിർ റിസ്ഖിന ഫലൈസ യഫൂതുനി വലൗ കാന ഫീ ഖാഇൽ ബിഹാരിൽ അവാമിതി. മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുകയാണ്, എന്റെ ഭക്ഷണത്തിന്റെ പേരിൽ, എന്റെ സമ്പത്തിന്റെ കാര്യത്തിൽ, എന്റെ സൗകര്യങ്ങളുടെ കാര്യത്തിലല്ല, എന്നെ പടച്ച റബ്ബിലേക്ക് ഞാൻ വരമേൽപ്പിക്കുകയാണ്. വഅയ്കൻതു അന്നല്ലാഹ ലാ ശക്ക റാസിഖി. എനിക്ക് ഏത് അനുഗ്രഹങ്ങൾ തരുന്നതും യജമാനനായ റബ്ബ് തആല തന്നെയാണല്ലോ. എനിക്ക് സമ്പത്ത് തന്ന റബ്ബാണല്ലോ. എന്റെ ആരോഗ്യം നിലനിർത്തുന്നത് റബ്ബ് തന്നെയാണല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ റബ്ബിലേക്ക് ബരമേൽപ്പിക്കുകയാണ്. അല്ലാഹു ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ തടസ്സപ്പെടുത്താൻ ഒരാളെ കൊണ്ടും കഴിയുകയില്ലല്ലോ. ഓ എന്റെ ഉമ്മമാരെ, നിങ്ങൾക്കറിയോ മഹദിയായ സനീറ റളിയല്ലാഹു അൻഹാ, സനീറ റളിയല്ലാഹു തആല അൻഹാ ഉമയ്യത്ത് ഇബ്നു ഖലഫ് എന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ ശത്രുവിന്റെ അടിമ പെണ്ണല്ലയോ? ആ സനീറ റളിയല്ലാഹു തആല ഇസ്ലാം സ്വീകരിക്കുകയാണ്. ആ പൊന്നുമോളുടെ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് മഹാന്മാരായ സ്വഹാബികൾ വേവലാതിപ്പെടുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമയ്യത്ത് ഇബ്നു ഖലഫ് എന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ ശത്രു ഉണ്ടല്ലോ, ഈ പെണ്ണിനെ ആക്രമിക്കുന്നത് കണ്ടപ്പോ, ചാട്ടവാറ് കൊണ്ടടിക്കുന്നത് കണ്ടപ്പോ, തലയിലേക്ക് കല്ലെടുത്തെറിയുന്നത് കണ്ടപ്പോ, സുബ്ഹാനല്ലാഹ് മണലിലൂടെ വലിച്ചിഴക്കുന്നത് കണ്ടപ്പോ, സനീറ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേര് പറഞ്ഞ് ഈ ഉമയ്യത്ത് ഇബ്നു ഖലഫ് എങ്ങനെ ആക്രമിക്കുന്ന നേരത്താണ് ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ പെണ്ണിനെ ഇത്തഖ ചൊല്ലുന്നത്. ഉമയ്യത്ത് ഇബ്നു ഖലഫിനോട് പറഞ്ഞു, ഉമയ്യത്തേ, നീ ആ പെണ്ണിനെ ആക്രമിക്കല്ലടാ. നിനക്ക് എത്ര സമ്പത്ത് വേണോ ഞാൻ തന്നോളാ. ഇവൾക്ക് എത്ര വിലയാണോ നീ കെട്ടിയത് ഞാൻ നിനക്ക് തന്നോളാ എന്ന് പറഞ്ഞ ആ പെണ്ണിനെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഓ എന്റെ ഉമ്മ, നിങ്ങൾക്കറിയോ, അങ്ങനെ ഈ സനീറ റളിയല്ലാഹു തആല അൻഹാ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം ദഹബ നൂറു ബസരിഹാ, ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഈ പെണ്ണിന്റെ രണ്ട് കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെടുകയാണ്. സനീറ റളിയല്ലാഹു തആല അൻഹയുടെ രണ്ട് കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെടുകയാണ്. അപ്പോഴോ കണ്ണിന്റെ കാഴ്ചയില്ലാത്ത സനീറയുടെ അടുക്കലേക്ക് വന്നു ഇസ്ലാമിന്റെ ശത്രുക്കൾ വന്നുകൊണ്ട് പറഞ്ഞു, യാ സനീറ, ഓ എന്റെ സനീറ, ലൗ അന്നകി ബകൈതി അലാ ദീനിനാ മാ ദഹബ ബസറുകി. ഓ എന്റെ പെണ്ണേ, നമ്മൾ അംഗീകരിച്ചിരുന്ന പഴയകാല മതത്തിൽ തന്നെ നീ ഉറച്ചു നിന്നാൽ, ഇസ്ലാമിലേക്ക് വരാതെ നീ പഴയ മതത്തിൽ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ നിന്റെ കണ്ണിന്റെ കാഴ്ച നശിച്ചു പോകുകയില്ലായിരുന്നല്ലോ. ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേര് നീയാ പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞ് നീ കയറി ചെന്ന മതത്തിലേക്ക് കയറി ചെന്നത് നമ്മുടെ പഴയകാലത്ത് ആരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാ നിന്റെ കണ്ണിന്റെ കാഴ്ചയെ നശിപ്പിച്ചു കളഞ്ഞത്. നീ എങ്ങാനും ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നാൽ, ഇസ്ലാമിൽ നിന്ന് പഴയ മതത്തിലേക്ക് കയറി വന്നാൽ നിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുമല്ലോ.
സന്നി റബീഅ റളിയല്ലാഹു തആല അൻഹയോട് വന്നുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ്, നീ ഇസ്ലാമതം മാറിയിട്ട് പഴയ മതത്തിലേക്ക് കടന്നു വന്നാൽ ഓ എന്റെ പൊന്നുമോളെ, നിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടും. മതം മാറിയതുകൊണ്ട് നിന്റെ പഴയ ദൈവത്തിനെല്ലാം ദേഷ്യം പിടിച്ചതാണ്, അതുകൊണ്ടാ നിന്റെ 2 കണ്ണിന്റെ കാഴ്ചയും നശിച്ചു പോയത് എന്ന് പറഞ്ഞു മഹദിയായ സന്നി റബീഅ റളിയല്ലാഹു തആല അൻഹയോട് ഈ വിഷയങ്ങളെ അവതരിപ്പിച്ചു കൊടുക്കുമ്പോ സന്നി റബീഅ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, വല്ലാഹി ലാ യംലികുൽ അംറ ഇല്ലല്ലാഹ്. അല്ലാഹു തആല തന്നെയാണ് സത്യം. ഇവിടെ നടക്കുന്ന മുഴുവൻ കാര്യത്തിന്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. എല്ലാം നിയന്ത്രിക്കുന്നവനും അല്ലാഹുവാണ്. വലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹയല്ലാതെ ഒരു ഇലാഹും തന്നെ ഇല്ലല്ലോ. എനിക്ക് കണ്ണ് തന്നതും റബ്ബ് തആല തന്നെയാണ്. എന്റെ 2 കണ്ണിന്റെ കാഴ്ച നശിപ്പിച്ചതും റബ്ബ് തആല തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഈ ഇസ്ലാമതം വിട്ടുപോരൂല്ല. എന്റെ റബ്ബ് എനിക്ക് കണ്ണ് തന്നോളൂ, ഇതിന്റെ എനിക്ക് പൂർണ്ണ തവക്കുലുണ്ടല്ലോ എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളോട് മുഖത്തടിച്ച പോലെ വർത്തമാനം പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്. പിറ്റേ ദിവസം സുബഹിയുടെ നേരത്തെ എണീക്കുന്ന നേരത്ത് ഫാസുബഹത അഖ്വാ മിമ്മാ കാനത് തിഖതം ബില്ലാഹി വഇതിമാദൻ അലല്ലാഹി വതവക്കുലൻ അലല്ലാഹ്. പിറ്റേ ദിവസം ആ പൊന്നുമോളെ എണീക്കുന്ന നേരത്ത് കണ്ണിന്റെ കാഴ്ച റബ്ബ് തആല തിരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. പഴയ കാലത്തേക്കാൾ കൂടുതൽ കാഴ്ചയാണ്. റബ്ബിലേക്ക് വരമേൽപ്പിച്ചപ്പോൾ ആ കണ്ണ് തിരിച്ചു കൊടുത്തതാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കും ഈമാന് വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. ഓ എന്റെ ചെറുപ്പക്കാരാ, മുഴുവൻ കാര്യങ്ങളും നടത്തുന്നത് അല്ലാഹുവാ. നമുക്ക് മുഴുവൻ കാര്യങ്ങൾ തരുന്നതും അല്ലാഹുവാ. നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അല്ലാഹുവാ. അല്ലാഹ് തീരുമാനിക്കാത്തതൊന്നും നമ്മളിലേക്ക് എത്തിപ്പെടില്ല. അതുകൊണ്ട് പടച്ച റബ്ബിലേക്ക് മുഴുവൻ കാര്യങ്ങളും സമർപ്പിച്ചോളുക. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് നീ ഈമാൻ വർദ്ധിപ്പിച്ചു